ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഇവിടെ നമ്മൾ ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൽ രണ്ടാമത്തെ കേസാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ എന്തായിരുന്നു? കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലേ. പ്രീവിയസ് ഇയേഴ്സിലെ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 കേസസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതിലൊരു പ്രോബ്ലം സോൾവ് ചെയ്തു. ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു? കഴിഞ്ഞ വർഷത്തെ കോസ്റ്റ് കോമ്പോണൻസിലും പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലൊന്നും ഒരു മാറ്റമില്ല, അതുതന്നെയാണ് ഈ വർഷം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി എന്താണ്? വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ കോസ്റ്റ് ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഇൻ പ്രോഫിറ്റ്. അതായത് കോസ്റ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം, പക്ഷേ എന്തിൽ മാറ്റമില്ല, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, ഇപ്പോൾ കാർത്തിക സ്റ്റവ് മാനുഫാക്ചറിങ് കമ്പനിയുടെ ഇൻഫർമേഷൻസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു ഇയർലി ഇൻഫർമേഷൻ ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, പർച്ചേസസ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. ഇത് മൂന്നിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കാം. ഇനി ഫാക്ടറി വേജസ്, ഫാക്ടറി എക്സ്പെൻസസ്, അതുപോലെ എന്തുകൂടെ ഫാക്ടറി വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ. പിന്നെ ഫാക്ടറി എക്സ്പെൻസ് ഫാക്ടറി ഓവർ ഹെഡിൽ വരും, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് ഓഫീസ് ഓവർ ഹെഡിൽ വരും. കംപ്ലീറ്റഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് സ്റ്റോക്കാണ്, അത് ഓപ്പണിംഗ് ഡേറ്റിനും ക്ലോസിംഗ് ഡേറ്റിനും തന്നിട്ടുണ്ട്, സെയിൽസും തന്നിട്ടുണ്ട്. പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കൂ. ദി നമ്പർ ഓഫ് സ്റ്റവ് മാനുഫാക്ചർ ഡ്യൂറിങ് ദി ഇയർ. ഈ ഒരു വർഷം മാനുഫാക്ചർ ചെയ്തിട്ടുള്ള സ്റ്റവുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. ദി കമ്പനി വാണ്ട് ടു കോട്ട് ഫോർ എ കോൺട്രാക്റ്റ് ഫോർ ദി സപ്ലൈ ഓഫ് 2000 ഇലക്ട്രിക് സ്റ്റവ് ഡ്യൂറിങ് ദി ഇയർ. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ, അതായത് 2019 2000 ഇലക്ട്രിക് സ്റ്റവ് ആണ് സപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എത്ര പ്രൈസ് കോട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ദി സ്റ്റവ് ടു ബി കോട്ടഡ് ആർ ഓഫ് എ യൂണിഫോം ക്വാളിറ്റി ആൻഡ് മേക്ക് ആർ സിമിലർ ടു ദോസ് മാനുഫാക്ചർഡ് ഇൻ പ്രീവിയസ് ഇയർ. ഒരേ ക്വാളിറ്റി ഉള്ളതാണ്, കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കിയ അതേപോലെയുള്ള സ്റ്റവ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. പക്ഷേ അതിൻ്റെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 15% ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഫാക്ടറി ലേബേഴ്സിന് 10% ഇൻക്രീസും വരുന്നുണ്ട്. ഓക്കെ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 15%, അതുപോലെ ഫാക്ടറിയുടെ ലേബർ ചാർജ് എന്ന് പറയുന്നത് 10% ഇൻക്രീസ് വരുന്നുണ്ട്. അപ്പോൾ കോസ്റ്റിൽ മാറ്റം വരുന്നുണ്ട്. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ പ്രൈസ് ടു ബി കോട്ടഡ് ടു ഗിവ് സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റാണ് നമുക്ക്, അതായത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ മാറ്റമില്ല, കോസ്റ്റിൽ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ഇൻഫർമേഷൻ വെച്ച് ഈ കോസ്റ്റിൽ വരുന്ന മാറ്റം കൂടെ കൺസിഡർ ചെയ്തിട്ട് ഏത് പ്രൈസ് നമുക്ക് കോട്ട് ചെയ്യാം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് 2018 കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതുപോലെ 20,000 എടുത്തു. പർച്ചേസസ് ഓഫ് മെറ്റീരിയൽ 30,000 എടുത്തു. ടോട്ടൽ എന്ന് പറയുന്നത് 50,000 ആണ്. അതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 10,000 ലെസ് ചെയ്തു. അപ്പോൾ 40,000 നമുക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടി. അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണ്? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരിക 500 യൂണിറ്റാണ് നമ്മൾ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 500 യൂണിറ്റ് എന്ന് പറയുന്ന സമയത്ത് മെറ്റീരിയൽ എത്ര വരും? 40,000 ഡിവൈഡഡ് ബൈ 500. അപ്പോൾ എത്രയാണ് വരിക? 80 രൂപയാണ് ഒരു പീസിൻ്റെ മുകളിൽ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. ഇനി ഫാക്ടറി വേജസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 60,000. അപ്പോൾ ഫാക്ടറി വേജസും ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 lakh വരും. ഫാക്ടറി വേജസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 120 റുപ്പീസാണ്. അതെങ്ങനെ കിട്ടിയേ? അപ്പോൾ നിങ്ങൾ അറിയില്ലെങ്കിൽ, മനസ്സിലാവണില്ലെങ്കിൽ ആ 60,000ൻ്റെ ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ 120യുടെ ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. 120യുടെ 80യുടെ ഒക്കെ ബ്രാക്കറ്റിൽ അതെങ്ങനെ കിട്ടിയെന്ന് കാണിച്ചോളൂ. 120യുടെ ബ്രാക്കറ്റിൽ കാണിക്കുക 60,000 ഡിവൈഡഡ് ബൈ 500. 500 സ്റ്റൗവിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. 500 സ്റ്റൗവിനാണ് വേജസ് 60,000 രൂപ. അപ്പോൾ ഒരു സ്റ്റൗവിന് 120 ആണ് വരിക. ഓക്കെ, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,00,000 രൂപ പ്രൈം കോസ്റ്റ് കിട്ടി. അപ്പോൾ പ്രൈം കോസ്റ്റ് ഒരു യൂണിറ്റിന് എത്ര വരും? 200 വരും. ഇനി ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, അത് ഫാക്ടറി ഓവർ ഹെഡിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ആഡ് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് എഴുതിയിട്ട് ഫാക്ടറി എക്സ്പെൻസസ് 20,000 എഴുതാം. ഡിവൈഡഡ് ബൈ 500 ചെയ്യുമ്പോൾ 40 റുപ്പീസാണ് വരിക. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ എത്ര രൂപ വരും? 40 രൂപയാണ് ഫാക്ടറി എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ ഫാക്ടറി എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വർക്ക് കോസ്റ്റ്, അതല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് 1,20,000 ആണ്. ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഓഫീസ് ഓവർ ഹെഡിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് ആണ്.
അപ്പോൾ ആഡ് ഓഫീസ് ഓവർ ഹെഡ് എന്ന് എഴുതിയിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് 20,000 എഴുതുക. 20,000 എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിന് 40 രൂപയാണ് വരിക. 20,000 ഡിവൈഡഡ് ബൈ 500 എന്ന് പറയുമ്പോൾ 40 രൂപയാണ് വരിക. അപ്പോൾ ഓഫീസ് ഓവർ ഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഫാക്ടറി ഓവർ ഹെഡിൻ്റെ കൂടെ ഓഫീസ് ഓവർ ഹെഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി 1,40,000. അപ്പോൾ 1,40,000 കിട്ടി. ഇനി അപ്പുറത്തുനിന്ന് കോസ്റ്റ് പെർ യൂണിറ്റ് എഴുതുമ്പോൾ 280 കിട്ടും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള ഐറ്റത്തിൽ ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗൂഡ്സ് കാണിക്കുക. 10,000 1,50,000 ആഡ് ചെയ്യുമ്പോൾ കിട്ടും. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗൂഡ്സ് 24,000. ഓക്കെ, അപ്പോൾ 24,000 ലെസ് ചെയ്യുമ്പോൾ 1,26,000 ആണ് കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് കിട്ടുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡിന് കൂടെ നമുക്ക് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അപ്പോഴാണ് സെയിൽസ് കിട്ടുക. ഇവിടെ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സെയിൽസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കൂ. 1,44,900 ആണ്. അപ്പോൾ 1,44,900 സെയിൽസ് എഴുതി. അപ്പോൾ പ്രോഫിറ്റ് എത്ര കിട്ടുക? പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് സെയിൽസിൽ നിന്ന് CGS ലെസ് ചെയ്യുക. CGS അല്ലെങ്കിൽ ഇവിടെ എന്താ കാണിക്കേണ്ടത്? ടോട്ടൽ കോസ്റ്റ് അതല്ലെങ്കിൽ CGS. ഓക്കെ, അപ്പോൾ സെയിൽസിൽ നിന്ന് CGS ലെസ് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് 18,900 കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുപിടിച്ചു. സെയിൽസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആണ് എന്ത് വരുന്നത്? പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജും കൂടെ കണ്ടുപിടിക്കണം. കാരണം അടുത്ത ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് വേണ്ടേ? കോസ്റ്റിൻ്റെ മുകളിൽ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ കോസ്റ്റിൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജാണ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം എന്ന് നോക്കാം. അതിനെങ്ങനെ കണ്ടുപിടിക്കുക? പെർസെൻറ്റേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. നമ്മൾ എന്തിൻ്റെ മുകളിലത് കാണുന്നത്? കോസ്റ്റിൻ്റെ മുകളിലാണ് കാണുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. ഇവിടെ പ്രോഫിറ്റ് എത്രയാണ്? 18,900 ആണ്. ഡിവൈഡഡ് ബൈ കോസ്റ്റ് എത്രയാണ്? 1,26,000 ഇൻറ്റു 100. അപ്പോൾ പെർസെൻറ്റേജ് കിട്ടി 15% ആണ്. കോസ്റ്റിൻ്റെ മുകളിൽ 15% പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. കോസ്റ്റ് 1,26,000 ആണ്. അതിൻ്റെ മുകളിൽ 15%. അതെങ്ങനെ നമുക്ക് കിട്ടിയേ? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. 18,900 ഡിവൈഡഡ് ബൈ 1,26,000 ഇൻറ്റു 100 15%. ക്ലിയർ ആയോ? ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ വേണ്ടേ? 2000 സ്റ്റൗവിനുള്ള ടെൻഡർ നമുക്ക് അതിന് കോട്ട് ചെയ്യണം, പ്രൈസ് കോട്ട് ചെയ്യണം അല്ലേ? ആ കൊട്ടേഷൻ പ്രൈസ് എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ എത്രയാണ് 2000 സ്റ്റൗവിന് എത്ര രൂപയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ പെർട്ടിക്കുലേഴ്സ് കോളം പ്രൊവൈഡ് ചെയ്യുക, കോസ്റ്റ് പെർ യൂണിറ്റിനൊരു കോളം പ്രൊവൈഡ് ചെയ്യുക, ടോട്ടൽ എത്ര റുപ്പീസാണോ അതിനൊരു കോളം പ്രൊവൈഡ് ചെയ്യുക. ഹെഡിങ് എന്താ കൊടുക്കേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ ഫോർ 2000 സ്റ്റൗസ്. ഓക്കെ, 2000 സ്റ്റൗവിനുള്ള ടെൻഡർ പ്രൈസാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ക്വസ്റ്റ്യനിൽ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ കോസ്റ്റ് 15% ഇൻക്രീസ് ആവുന്നുണ്ട്, ഫാക്ടറി വേജസ് 10% ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ നിന്ന് എത്ര കിട്ടിയിട്ടുണ്ട് നോക്കൂ? 80 കിട്ടിയിട്ടുണ്ട് അല്ലേ? മെറ്റീരിയൽ കോസ്റ്റ് 80 ആണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ? വേജസ് 120 ആണ്. അപ്പോൾ രണ്ട് ഓർമ്മ ഉണ്ടല്ലോ. അതുപോലെ ഫാക്ടറി എക്സ്പെൻസസ്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ ഇങ്ങനെ നോക്കുക, അതന്നെയല്ലേ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പോവാണ്. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 80 ആണ്. 80 പ്ലസ് 15%. 80ൻ്റെ 15% കൂടെ ആഡ് ചെയ്യുമ്പോൾ 92 ആണ് വരിക. ഓക്കെ, 12 കൂടെ ആഡ് ചെയ്യുമ്പോൾ 92 ആണ് വരിക. അതേപോലെ ഫാക്ടറി വേജസ് 120 ആണ് ഓൾറെഡി ഉള്ളത്. 10% കൂടെ കൂടുമ്പോൾ 132 വരും. ഓക്കെ, 12 കൂടെ ആഡ് ചെയ്യുമ്പോൾ 120യുടെ 10% 12 അല്ലേ? അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ 132 വരും. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് ഒരു യൂണിറ്റിന് 92 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ ഫാക്ടറി വേജസ് 132 ആയിട്ട് കൂടിയിട്ടുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. ഇനി ഇത് എമൗണ്ട് എങ്ങനെ കിട്ടിയേ? നമ്മളിവിടെ കാണേണ്ടത് 2000 സ്റ്റൗവിനാണ്. അപ്പോൾ 92 ഇൻറ്റു 2000 ആണ് ഈ എമൗണ്ട്, 1,84,000. ഇനി 132 ഇൻറ്റു 2000 ആണ് 2,64,000. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാൽ മതി. ഇനി ഫാക്ടറി ഓവർ ഹെഡിൽ ഒരു ഐറ്റം ഉള്ളൂ അല്ലേ? ഇത് 40 രൂപയാണ് ഒരു യൂണിറ്റിന്. അപ്പോൾ 40, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതന്നെ എഴുതി. അതിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ പഴയ തന്നെ എടുക്കുക. ഫാക്ടറി ഓവർ ഹെഡ് 40 രൂപയാണ്. അപ്പോൾ 40 ഇൻറ്റു 2000 എന്ന് പറയുമ്പോൾ 80,000 വരും. ഇനി
അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ 264 കിട്ടും. അപ്പോൾ ഇവിടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ 5,28,000 കിട്ടും. ഇനി ഓഫീസ് ഓവർഹെഡിൽ ഒരു ഐറ്റാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ്, അത് 40 രൂപയാണ് വരുന്നത്. അപ്പോൾ 40 രൂപ നമ്മൾ ആഡ് ചെയ്യുന്നു, 304 രൂപ കിട്ടുന്നു. ഈ 40 × 2000 എന്ന് പറയുന്നത് 80,000 യൂണിറ്റ്സ് ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 6,08,000 കിട്ടും. ഇവിടെ 304 രൂപയാണ് കിട്ടുക. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പ്രോഫിറ്റ് ആഡ് ചെയ്യണ്ടേ? പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ കണ്ടിട്ടില്ലേ, എത്ര % കിട്ടിയിട്ടുള്ളത് കണ്ടോ, ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5% കാണാം. 304 രൂപ, 300 നല്ല കോമല്ല കേട്ടോ, 300 രൂപയാണ്. 304 രൂപ 5% എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 304 × 15 / 100. അപ്പോൾ എത്ര രൂപ കിട്ടി? 45.60 കിട്ടി. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ സെല്ലിംഗ് പ്രൈസ് നമുക്ക് 349 രൂപ 60 പൈസയാണ് കിട്ടുക. അപ്പോൾ ഇൻറ്റു 2000 ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറത്ത് എമൗണ്ടുകളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് പെർ യൂണിറ്റിനൊക്കെ മൾട്ടിപ്ലൈഡ് ബൈ 2000. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഈ എമൗണ്ടുകളെല്ലാം കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് കിട്ടി. എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് 349.60. ടോട്ടൽ എമൗണ്ട് 6,99,200. ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഓവർ ഹെഡ് പെർ യൂണിറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ. പിന്നെ 2018 ആണ് കേട്ടോ അത്. പിന്നെ അതുപോലെ ഇറ്റ് ഈസ് ബെറ്റർ ടു കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഇൻസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കാണേണ്ട, കോസ്റ്റിൻ്റെ മുകളിൽ കാണാനാണ് നമുക്ക് സുഖം. അതുതന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. നോട്ട് വളരെ ക്ലിയർ ആയിട്ട് എഴുതണം. ഈ ചാപ്റ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ നോട്ട് ഇതുവരെയുള്ള നോട്ടൊക്കെ നീറ്റായിട്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.